ഞാൻ ഉടനെ തന്നെ പറഞ്ഞു പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് പൊത്തി. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ട് കാര്യം പറഞ്ഞു നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില തമാശകൾ നമുക്കൊന്ന് കണ്ടുവന്നു. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് അത് CPMകാരും പാർട്ടി നേതാക്കളും എല്ലാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ വേണ്ടി മോദിയോട് പറയാൻ പോയതാണെന്നുമുള്ള പരാമർശത്തിനെതിരെയാണ് സതീശൻ ഈ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന നോർമലായിട്ടുള്ള ഒരു ചടങ്ങായി മാത്രമേ ഇതിനെ കാണാവൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സതീശൻ്റെ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനം എത്തി കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേട്ടസി കോളാം. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഇനിയാണ് മുഖ്യമന്ത്രിയുടെ തമാശ നിറഞ്ഞ ഈ ഭാഗം. താൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയതിനെ ഇവിടെയുള്ളവർ വ്യാഖ്യാനിച്ചതിനെ പറ്റിയാണ് വി ഡി സതീശൻ ഇനിയും പറയുന്നത്. അത് നിർമ്മം കലർന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ വീഡിയോ കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ട് കാര്യം പറഞ്ഞു നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാന്നാ പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. താൻ പ്രധാനമന്ത്രിയെ കണ്ടതിനെ പറ്റി ഇവിടെയുള്ള മുൻ മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞതിനെ ശരിക്കും സതീശൻ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് താങ്ങാനും വി ഡി സതീശൻ മറന്നില്ല. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ് ഞാൻ ചിരിക്കണോ അല്ല കരയണം. ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. ആൾക്കാർ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിണറായിയെ പൊക്കുകയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നതെങ്കിലും ശരിക്കും ആക്കി തന്നെയാണ് വി ഡി സതീശൻ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. പിണറായി വിജയൻ ഇതൊന്നും പറയില്ല, അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എന്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താ പറയാ, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് അവര് തമാശ പറയാൻ തുടങ്ങിയല്ലോ, അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് മാധ്യമങ്ങളോട് തന്നെ ചോദിക്കുന്നു, ഇതൊക്കെ കേട്ട് ഞാൻ ചിരിക്കണോ അതോ കരയണോ എന്ന്. ആ ഭാഗം കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ് ഞാൻ ചിരിക്കണോ അല്ല കരയണം. ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും എന്താണ് നടക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വി ഡി സതീശൻ്റെ ഇങ്ങനെയുള്ള പോക്കി തമാശകൾ ഇനിയും നമുക്ക് കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.